രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലും മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും ഇസ്രയേലി കമ്പനികളെയും സാങ്കേതിക വിദ്യകളെയും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച വിവിധ രാജ്യങ്ങൾക്ക് അടുത്തടുത്ത ദിവസങ്ങൾ നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിത തിരിച്ചടികളാണ്. തങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് പണി കൊടുക്കാൻ ഇസ്രയേൽ ഒട്ടും മടിക്കാറില്ല. മൊസാദ് എന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ അത്രയും വിപുലമാണ്. ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യൂറോപ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താനും അവരെ നയതന്ത്രപരമായി വെട്ടിലാക്കാനും ഇസ്രയേലും അവരുടെ സഖ്യശക്തികളും പരോക്ഷമായി കരുക്കൾ നീക്കുന്നുവെന്ന ആരോപണം കുറച്ചു കാലമായി തന്നെ ഉയരുന്നതാണ്. ഇസ്രയേൽ സാങ്കേതികവിദ്യ ഒഴിവാക്കിയതിനെ തുടർന്ന് സ്വന്തം പ്രധാനമന്ത്രിയുടെ യാത്ര തന്നെ പ്രതിസന്ധിയിലായ അയർലൻഡാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ഇര. തൊട്ടു പിന്നാലെ സ്പെയിനിലേക്ക് 10,000-കണക്കിന് കുടിയേറ്റക്കാരെ ഒഴുക്കിവിട്ട സംഭവത്തിലും ദക്ഷിണാഫ്രിക്കയിൽ യാത്രാരേഖകളില്ലാതെ അജ്ഞാത വിമാനത്തിൽ ഗസ നിവാസികളെ എത്തിച്ച സംഭവത്തിലും ഇസ്രായേലിന്റെ പരോക്ഷമായ ചാത്തനേർ ഉണ്ടെന്ന സംശയങ്ങൾ ബലപ്പെടുകയാണ്. ഐറിഷ് പ്രധാനമന്ത്രിക്ക് കിട്ടിയ പണി ഇങ്ങനെയാണ്. അതായത് രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ഇസ്രയേലി കമ്പനികളെ ബഹിഷ്കരിക്കാനുള്ള അയർലൻഡ് സർക്കാരിന്റെ തീരുമാനം ഒടുവിൽ സ്വന്തം പ്രധാനമന്ത്രിയുടെ യാത്രകളെ പോലും പ്രതിസന്ധിയിലാക്കുന്ന തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അയർലൻഡ് അടുത്തിടെ വാങ്ങിയ പുതിയ ഔദ്യോഗിക വിമാനത്തിൽ നിന്നും ഇസ്രായേലി സാങ്കേതികവിദ്യ ഒഴിവാക്കിയതിനെ തുടർന്ന് കടുത്ത മഞ്ഞുള്ള കാലാവസ്ഥയിൽ വിമാനത്തിന് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയില്ലെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഇത് ഇസ്രായേലിന്റെ വമ്പൻ പണികൊടുപ്പാണെന്നാണ് വിലയിരുത്തൽ. ഐറിഷ് പ്രധാനമന്ത്രിക്കും മറ്റ് മുതിർന്ന മന്ത്രിമാർക്കും വിദേശകാര്യ യാത്രകൾ നടത്തുന്നതിനായി ഏകദേശം 480 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ദാസോ ഫാൽക്കൺ 6X എന്ന അത്യാധുനിക എക്സിക്യൂട്ടീവ് ജെറ്റ് അയർലൻഡ് സ്വന്തമാക്കിയത്. എന്നാൽ ഈ വിമാനത്തിന്റെ പ്രധാന സുരക്ഷാ ഫീച്ചറുകളിലൊന്ന് ഒഴിവാക്കിയാണ് നിർമ്മാതാക്കളിൽ നിന്നും രാജ്യം ഇത് കൈപ്പറ്റിയത്. കനത്ത മഞ്ഞും പുകയും കാരണം കാഴ്ച മങ്ങുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും പൈലറ്റുമാർക്ക് വിമാനം സുരക്ഷിതമായും കൃത്യമായും ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഫാൽക്കൺ ഐ എന്ന അത്യാധുനിക സിസ്റ്റമാണ് വിമാനത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. ഇസ്രായേലി പ്രതിരോധ സാങ്കേതികവിദ്യ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസ് ഫ്രഞ്ച് വിമാന നിർമ്മാതാക്കളായ ദാസോയുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണ് ഈ സംവിധാനം. ഇൻഫ്രാറെഡ് ക്യാമറകളും സെൻസറുകളും ഒക്കെ ഉപയോഗിച്ച് രാത്രിയിലും കനത്ത മൂടൽമഞ്ഞിലും റൺവേ കൃത്യമായി ഡ്രൈവർമാർക്ക് കാണിച്ചു നൽകാൻ ശേഷിയുള്ളതാണ് ഈ സിസ്റ്റം. ഈ സംവിധാനം ഒഴിവാക്കിയതോടെ കനത്ത മഞ്ഞുള്ള സമയങ്ങളിൽ ഐറിഷ് സർക്കാരിന്റെ വിമാനത്തിന് ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങാനാവാതെ വരികയും മറ്റ് എയർപോർട്ടുകളിലേക്ക് റൂട്ട് തിരിച്ചുവിടേണ്ടതായും വന്നു. ഗസയിലെ വംശഹത്യയിലും വെസ്റ്റ് ബാങ്കിലെ അധിനിവേശത്തിലുമൊക്കെ പ്രതിഷേധിച്ച ഇസ്രായേലി കമ്പനികളുമായി നേരിട്ട് കരാറുകൾ ഏർപ്പെടില്ല എന്ന നയം 2024 ഓഗസ്റ്റിൽ ഐറിഷ് സർക്കാർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫാൽക്കൺ ഐ സിസ്റ്റത്തിനായി എൽബിറ്റ് സിസ്റ്റംസുമായി പ്രത്യേക കരാർ ഉണ്ടാക്കേണ്ടതില്ല എന്നും വിമാനത്തിൽ നിന്നും ഈ സൗകര്യം വേണ്ടെന്ന് വെക്കാനും അധികൃതർ തീരുമാനിച്ചത്. ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും ശക്തമായ ശബ്ദമുയർത്തുന്ന രാജ്യങ്ങളൊന്നാണ് അയർലൻഡ്. ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്ത ചരിത്ര പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ സ്വന്തം രാജ്യത്തിന്റെ ഔദ്യോഗിക വിമാനത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിച്ചുവെന്ന വിമർശനം പ്രതിപക്ഷത്തു നിന്നും ശക്തമായിരിക്കുകയാണ്. സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ വ്യോമസേനയിലെ മുൻ പൈലറ്റുമാരും വ്യോമയാന വിദഗ്ധരും രൂക്ഷമായ ഭാഷയിലാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സാധാരണ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കാത്ത മോശം കാലാവസ്ഥയിലും സുരക്ഷിതമായി പ്രധാനമന്ത്രിയെ ലാൻഡ് ചെയ്യിക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യയാണ് വെറും രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ രാജ്യം വേണ്ടെന്ന് വെച്ചതെന്ന് മുൻ വ്യോമസേനാ പൈലറ്റ് കെവിൻ ഫിപ്സും ചൂണ്ടിക്കാട്ടി. അതേസമയം വിമാനത്തിന് നിലവിൽ യാതൊരുവിധ പ്രവർത്തന തടസ്സങ്ങളില്ല എന്നാണ് അയർലൻഡ് നൽകുന്ന വിശദീകരണം. വിമാനത്തിന് ഏൽപ്പിച്ച ദൗത്യങ്ങൾ തടസ്സമില്ലാതെ നിർവഹിക്കാൻ സാധിക്കുമെന്നും സർക്കാർ പറയുന്നു. എന്നാൽ പൈലറ്റുമാർക്ക് മോശം കാലാവസ്ഥയിൽ ലാൻഡിങ്ങിനുള്ള ബദൽ മാർഗങ്ങൾ കുറഞ്ഞു എന്നത് വസ്തുതയാണെന്ന് ഐറിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ ബഹിഷ്കരണ നയം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അയർലൻഡ് വ്യോമസേന അടുത്തിടെ വാങ്ങിയ 4 പുതിയ ഹെലികോപ്റ്ററുകളിലും മാരിടൈം പെട്രോൾ വിമാനങ്ങളിലും ഇസ്രായേലി നിർമ്മിത ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. വിമാനത്തിന്റെ നിർമ്മാണത്തിന് ഇവ ഒഴിവാക്കാനാവാത്ത ഘടകങ്ങളിലായതിനാലാണ് സർക്കാർ ഇത് അംഗീകരിച്ചത്. എന്നാൽ ഫാൽക്കൺ 6X വിമാനത്തിന്റെ കാര്യത്തിൽ ഫാൽക്കൺ ഐ എന്നത് ഐച്ഛികമായ സംവിധാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനായി ഇസ്രായേലി കമ്പനിയുമായി നേരിട്ടൊരു കരാറിലെത്തുന്നത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകുമെന്ന് ഭയന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ ഈ സാങ്കേതിക വിദ്യ ഒഴിവാക്കാൻ തീരുമാനിച്ചത്.